അരുവിക്കുഴി ലൂർദ് മാതാവിൻ്റെ കുരിശടിയുടെ തൊട്ടുതാഴെയായി നിറഞ്ഞു ചാടുന്ന നമ്മുടെ സ്വന്തം കോട്ടയത്തിൻ്റെ വെള്ളച്ചാട്ടം. പ്രകൃതിയുടെ മനോഹാരിത നിറഞ്ഞു നിൽക്കുന്ന വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിൽ ഇവിടെ മുകളിൽ നിന്നും താഴേക്ക് ഇറങ്ങിച്ചെല്ലണം. ഇവിടെ വെള്ളച്ചാട്ടം കാണുന്നതിനായി ചെറിയ ഒരു പാസ് നൽകണം. ഞാനും പാസ് എടുത്ത് താഴേക്ക് നടന്നു. താഴെ നിന്നും കാണുമ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യം വർദ്ധിച്ചു വരുന്നത് പോലെ തോന്നി. ഇത്ര മനോഹരമായ വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നിട്ടും ഞാൻ ഇപ്പോഴാണ് ഇവിടെ എത്തിയത് കേട്ടോ. വെള്ളച്ചാട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പള്ളിക്കത്തോട് പ്രദേശത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മനോഹര വെള്ളച്ചാട്ടമാണിത്. ഇവിടെ മഴക്കാലമാണ് ഏറ്റവും മനോഹാരിത നിറയുന്നത്. ജലത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗിയും ഇവിടെ കൂടുന്നു. ഇവിടെ 100 അടി ഉയരമാണ് ഏകദേശ കണക്ക്, അതായത് 30 മീറ്റർ. പാറകളിലൂടെ പല തട്ടുകളായി വെള്ളം പതിക്കുന്ന കാഴ്ചയാണ് ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ കുടുംബസമേതം സന്ദർശിക്കുന്നതിനും ഫോട്ടോഗ്രാഫിക്കും ഒക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ചില സിനിമകളൊക്കെ ഇവിടെ ഷൂട്ടിംഗ് നടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിൻ്റെ ഒഴുക്ക് ക്രമാതീതമായി ഉയരുന്നതിനാൽ വെള്ളത്തിൽ ഇറങ്ങുകയോ ഒക്കെ ചെയ്യുകയാണ് എങ്കിൽ അതീവ ജാഗ്രത പുലർത്തണം എന്ന് ഇവിടെ പ്രത്യേകമായി നിർദ്ദേശങ്ങളൊക്കെ എഴുതി വച്ചിരിക്കുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ അതിതീവ്ര മഴയും റെഡ് അലേർട്ട് ഒക്കെ പ്രഖ്യാപിക്കുന്ന വേളയിൽ ഇവിടെ സന്ദർശനം അനുവദിക്കുന്നതും അല്ല. എന്തായാലും ഇവിടെ ഇപ്പോൾ നല്ല മനോഹരമായ വെള്ളച്ചാട്ടമുള്ള സമയമാണ്. അരുവിക്കുഴി വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയവും ഇപ്പോഴാണ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് ഇവിടെ പ്രധാനമായും ഇവിടെ സന്ദർശിക്കാൻ പറ്റിയ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, അതായത് മഴക്കാലമാണ്. അതുപോലെ ഒക്ടോബർ ഫെബ്രുവരി വരെ ഉള്ള കാലയളവിലും ഇവിടെ സന്ദർശിക്കാം. അതായത് മഴ എത്രത്തോളം കൂടുതലുണ്ടോ ഇവിടെ വെള്ളച്ചാട്ടം അത്രത്തോളം മനോഹരമാകും. ഇനി ഇവിടെ എത്തിച്ചേരണമെങ്കിൽ കോട്ടയം നഗരത്തിൽ നിന്ന് പള്ളം വഴി പള്ളിക്കത്തോട് എന്ന ഭാഗത്തെത്തിയാൽ അവിടെ നിന്നും അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിച്ചേരാൻ എളുപ്പമാണ്. ഇവിടെ നിന്ന് എത്തിച്ചേരണമെങ്കിൽ ഏകദേശം 18-20 കിലോമീറ്ററാണ് ഏകദേശം കോട്ടയത്ത് നിന്നുള്ള ഒരു ദൂരം എന്ന് പറയുന്നത്. അതുപോലെ കോട്ടയം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നൊക്കെ കയറി പള്ളിക്കത്തോട് ഭാഗത്തെത്തിയാൽ അവിടെ നിന്നും ജസ്റ്റ് ഒരു ഓട്ടോയ്ക്ക് എത്താവുന്ന ദൂരമേ ഉള്ളൂ. കോട്ടയത്ത് ഇങ്ങനെ ഒരു മനോഹര വെള്ളച്ചാട്ടം ഉണ്ടായിട്ട് അവിടെ എത്താത്തവർ ആണോ നിങ്ങൾ? എങ്കിൽ വേഗം തന്നെ പുറപ്പെട്ടോളൂ കോട്ടയത്തിൻ്റെ സ്വന്തം വെള്ളച്ചാട്ടം ആസ്വദിക്കുന്നതിനായി. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ.